കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് യാതൊരു പ്രയോജനമില്ല. തസ്കര വീരന്മാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ഇതിലും കമ്മീഷൻ വാങ്ങിക്കുക. ഒരു സ്ത്രീ പീഡന പരമ്പര എടുത്തുകൊണ്ട് പലപ്പോഴും ഇവർ ഇലക്ഷന് നേരിടുന്നതാണ്. ഇപ്രാവശ്യം അങ്ങനെ ജയിക്കാമെന്നുള്ളതാണ് അവരുടെ ധാരണ. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം കൊണ്ട് നിർത്തി അടിച്ചു മാറ്റി. അതിൻ്റെ ചിരട്ട പോലും ഇപ്പോൾ കാണാനില്ല എന്നാണ് അറിവ്. നമ്മളിതൊക്കെ പറഞ്ഞാൽ നാളെ നമുക്ക് നേരെ ഒരു ഇത് വരും. അതിനൊന്നും കുഴപ്പമില്ല. കാരണം ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി കിട്ടിയാൽ കേരളം രക്ഷപ്പെടും. 10 വർഷത്തെ LDF ഭരണത്തെക്കുറിച്ച് അനന്തപുരിക്കും ചിലത് പറയാനുണ്ട്. ചോദിക്കാം പൊതുജനങ്ങളോട്. നാട്ടുകാർക്ക് മൊത്തം അറിയാലോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അരി 32 രൂപ കടന്ന അരി 54 രൂപയായി. ഇനി അടുത്ത സർക്കാർ പറഞ്ഞെങ്കിൽ 150 രൂപയ്ക്ക് കിട്ടുള്ളൂ. അത് മാത്രമല്ല, 30 തൊട്ട് കർപ്പൂരം വരെ സാധനങ്ങൾക്ക്. ഞാനൊരു സാധാരണക്കാരനാണ്, കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ എനിക്കറിയാം, ഞാൻ 1000 രൂപ ശമ്പളം ചെയ്ത് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അരി പലതിനും വാങ്ങുമ്പോൾ 800 രൂപ തീരും. പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ ഈ സർക്കാരിനെ പിന്നെ അനുകൂലിച്ചുകൊണ്ടിരുന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഞാൻ പറയണമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് യാതൊരു പ്രയോജനമില്ല. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദുക്കളുടെ ഒരു പ്രേമ അമ്പലമാണ് ശബരിമല. ആ ശബരിമലയെ ഇത്രയും ഒരു കൊള്ളസംഘം നടത്തി എന്ന് പറഞ്ഞാൽ തസ്കര വീരന്മാരെന്നാണ് പറയുന്നത്. തസ്കര വീരന്മാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ഇതിലും കമ്മീഷൻ വാങ്ങിക്കുക. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണം വളരെ മോശമായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിനേക്കാളും വളരെ മോശമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും കറണ്ട് ചാർജ് ഉൾപ്പെടെയുള്ള എല്ലാം വിലക്കയറ്റമായി. മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങളില്ല, നീതി സ്റ്റോറുകളിലില്ല, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. അങ്ങനെ ഒരു ധാർഷ്ട്യമായ ഒരു ഭരണമാണ് രണ്ടാം പിണറായി സർക്കാർ നടത്തിയത്. ഇടതുപക്ഷം ഭരിച്ച് മുടിച്ച് ഇവിടെ കംപ്ലീറ്റ് ഇവിടെ അഴിമതിയുടെ കൂമ്പാരമായിട്ടാണ് ഇടതുപക്ഷം ഈ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിൻവാതിൽ നിയമനം, 1,80,000-ഓളം ആൾക്കാർ അവർ തന്നെ ഇവിടെ തിരികെ കയറ്റി ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക്, യുവജനങ്ങൾക്ക്, പഠിച്ചവർക്ക് ജോലിയില്ലാത്തവർ പുറത്ത് മറ്റു പല സ്ഥലങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കും. ഇവിടെ അവർക്ക് ജോലി കൊടുക്കുന്നുണ്ടല്ല. സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ പല ജീവിത പ്രശ്നങ്ങളും മുൻപിൽ കണ്ട് അതിനൊരു മുൻഗണന കൊടുത്ത് പ്രവർത്തിക്കുന്നതായിരിക്കും നമ്മുടെ ഭരണം. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് അങ്ങനത്തെ ഒരു ഭരണകാലമല്ല. ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്കും അല്ലെങ്കിൽ തന്നെ സാധാരണ ജനങ്ങൾ അല്ലാത്തൊരു ഘട്ടത്തിലുള്ള ആൾക്കാർക്കെല്ലാം എല്ലാ ആനുകൂല്യങ്ങളും അവരുടേതായിട്ടുള്ള അവരുടെ വ്യക്തി താല്പര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ പാർട്ടികൾക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നേടിക്കൊടുക്കുന്ന ഒരു ഭരണകാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം സാധാരണപ്പെട്ട ജനങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. പെൻഷൻ തുക കൂട്ടണമെന്ന് പറഞ്ഞാൽ പെൻഷൻ തുക ഇപ്പോൾ 2000 രൂപയാക്കി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ 1000 രൂപയായിരുന്നു പെൻഷൻ. അന്ന് വെളിച്ചെണ്ണയ്ക്ക് 40 രൂപ ഉണ്ടായിരുന്നു. ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് 500 രൂപയാണ്. ഒരു 2 പപ്പടം കാച്ചു നോക്കി 500 രൂപ വെളിച്ചെണ്ണ വാങ്ങിക്കുന്നത്. അതൊരു 2000 രൂപ പെൻഷൻ ആക്കിയിട്ട് ഒരു കാര്യമില്ല. വിലക്കയറ്റം കൊണ്ട് ആളുകൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. അരിയുടെ വിലയും വെളിച്ചെണ്ണയുടെ വിലയും സർവ്വത്ര സാധനങ്ങളും വിലക്കയറ്റമാണ്. പിന്നെ BJP വാരിക്കോരി കൊടുക്കുന്നത്. BJPയുടെ എന്താണ് ഈ സ്റ്റേറ്റിന് കൊടുക്കുന്നത്? ഒന്നും കൊടുക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് മറ്റ് സ്റ്റേറ്റുകളിലെ ഇലക്ഷൻ വരുമ്പം വാരിക്കോരി കൊടുക്കുന്നു. പക്ഷേ കേരളത്തിൽ ഒരു കാശും കൊടുക്കുന്നില്ല. അവർ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. 10 വർഷമായി കേരള ഗവൺമെൻറ് എല്ലാ കാര്യങ്ങൾക്കും ജനവിരുദ്ധമായ കാര്യങ്ങൾ, ജനവിരുദ്ധ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, എല്ലാ നികുതി വർധനയുടെ കാര്യത്തിലായാലും, കെട്ടിട നികുതിയായാലും, വസ്തുവിൻ്റെ കരമായാലും, അതുപോലെ എല്ലാ കാര്യങ്ങളും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരാണ്. നമുക്കറിയാം, ഇവിടെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ പെട്രോളിന് സെസ് ഏർപ്പെടുത്തിയത്. എന്നിട്ട് ഇത്രയും വർഷം ഈ പെൻഷനുകളെല്ലാം ഡ്യൂസ് ഉണ്ടാക്കിയ ശേഷം ഇപ്പം തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ലാസ്റ്റ് മിനിറ്റിൽ കോടിക്കണക്കിന് രൂപ കടമെടുത്ത് ഈ സർക്കാർ ഇപ്പം പെൻഷന് വേണ്ടി ഒരു കണ്ടെത്തി. ഉമ്മൻചാണ്ടി സർക്കാരിനെ ഇവർ സരിതയെ കൊണ്ടുവന്ന് സോളാറിൻ്റെ പ്രശ്നത്തിലെല്ലാം പ്രതിക്കൂട്ടിലാക്കിയിട്ടും ഇപ്പോൾ അത് ഒന്നുമല്ലാത്ത രീതിയിലേക്ക് തെളിഞ്ഞു വന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് ഇലക്ഷൻ്റെ സമയത്ത് ഇറക്കിയ ഒരു സ്റ്റണ്ടാണ്. ഒരു സ്ത്രീ പീഡന പരമ്പര എടുത്തുകൊണ്ട് പലപ്പോഴും ഇവർ ഇലക്ഷന് നേരിടുന്നതാണ്. ഇപ്രാവശ്യം അങ്ങനെ ജയിക്കാമെന്നുള്ളതാണ് അവരുടെ ധാരണ. ഒരിക്കലും നടക്കില്ല. എനിക്ക് തോന്നുന്നത് സാധാരണപ്പെട്ടവർക്ക് ഇപ്പോൾ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാനൊക്കെ. ഇപ്പോൾ ഒരു 500 ഉണ്ടെങ്കിലും ഒരു സാധാരണപ്പെട്ടവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനി വീണ്ടും കോൺഗ്രസ് വരണമെന്നാണ് നമ്മളാഗ്രഹം. അവർ ഈ അവസാന നിമിഷമാണെങ്കിൽ കിറ്റുകൾ കൊടുക്കുകയും അല്ലെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ജനങ്ങളെ വശത്താക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പെൻഷൻ എത്രയും നാൾ കുടിശ്ശികയാണ്. ആ കുടിശ്ശിക ലാസ്റ്റ് ആകുമ്പം അവർ കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ 2-3 മാസത്തെ ഒരുമിച്ച് കൊടുക്കുകയോ ചെയ്യുന്ന ഒരു പ്രകൃതമാണ് നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. മൂന്നാമതൊരു പിണറായി സർക്കാരിൻ്റെ ഭരണം ഒരിക്കലും കേരളത്തിലുണ്ടാവില്ല. അതിനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ പരിപാവനവും പരിശുദ്ധവുമായ ഈ ശബരിമലയുടെ ഈ വിഷയങ്ങൾ തന്നെയാണ് അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്.
മറ്റ് ആനുകാലിക വിഷയങ്ങളൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് വരുന്നതാണ്. ആശാസമരം, ആ സമരത്തിൽ അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും തന്നെ അവർ കൊടുത്തില്ല. ആശുപത്രിയുടെ സേവനത്തെക്കുറിച്ച് ഡോക്ടർമാർ പോലും അവരിതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ട് ആ ഡോക്ടർമാർക്ക് എതിരെ നടപടിയെടുക്കുന്ന സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിൽ മരുന്നില്ല, രോഗികളെ ശുശ്രൂഷിക്കാൻ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അപ്രകാരം ഉള്ള ഈ ദുഷിച്ച ഈ ഭരണകൂടം ഒരിക്കലും മൂന്നാമത് വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. BJP അന്തർധാരയുണ്ട്. അതാണല്ലോ പിണറായി വിജയനെതിരെ അന്വേഷണം വരുമ്പോൾ ഒന്നും ഒരിടത്തും എത്താതെ പോകുന്നത്. എല്ലാ അന്വേഷണവും പകുതി വഴിയിലെത്തി മുട്ടിയിരിക്കുന്നത് BJP CPM തമ്മിൽ അന്തർധാരയുണ്ട്, എല്ലായിടത്തും ഉണ്ടാകും. അതായത് പഞ്ചായത്തുകളിലും നമ്മുടെ ഈ കോർപ്പറേഷൻ ഉൾപ്പെടെ സമീപപ്രദേശം പഞ്ചായത്താണ്, കോർപ്പറേഷൻ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും അന്തർധാരയുണ്ട്. അതിനുവേണ്ടിയാണ് ചില സ്ഥലങ്ങളിൽ മോശമായ സ്ഥാനാർത്ഥികളെ വരുത്തി CPM BJP അന്തർധാരയാണ്. മോഷണം, ഹിന്ദുക്കളുടെ പേരിലുണ്ടായിരുന്ന സകല സ്വത്തുക്കളും ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം കൊണ്ട് നിർത്തി അടിച്ചു മാറ്റി. അതിൻ്റെ ചിരട്ട പോലും ഇപ്പോൾ കാണാനില്ല എന്നാണ് അറിവ്. പിന്നെ ബാക്കി നമ്മളിതൊക്കെ പറഞ്ഞാൽ നാളെ നമുക്ക് നേരെ ഒരു ഇത് വരും, അതിനൊന്നും കുഴപ്പമില്ല. എന്നാലും ഈ നാട്ടിൽ ഇതുപോലൊരു അഴിമതി ഭരണം കേരളത്തിൻ്റെ ചരിത്രത്തിലില്ല. എനിക്കൊരു 52-53 വയസ്സായി. ഇതിനു മുമ്പ് ഭരണമുണ്ടായിരുന്ന പല നേതാക്കളെയും നമുക്ക് ഭരിച്ചിരുന്നതായിട്ട് അറിയാം, നമ്മളത് അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതൊരു ഗതികെട്ട ഭരണമായിരിക്കും. കാര്യം ആർക്കും, ഞാനല്ല, ഇനി ഏതൊരു മനുഷ്യൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇതേ പറയുള്ളൂ. ചില സഹാക്കൾ പറയും ഇതാണ് ഏറ്റവും വലുതെന്ന്. കാര്യം അവർക്ക് അതിൻ്റെ ഈ അടിച്ചു മാറ്റുന്നതിൻ്റെ പങ്ക് അവർക്ക് കൂടെ കിട്ടുമല്ലോ. അതാണ് പറയാനുള്ളത്. ഈ ഭരണം ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി കിട്ടിയാൽ കേരളം രക്ഷപ്പെടും. പിണറായി സർക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളൊരു ഉദാഹരണം നോക്കേണ്ട കേരളത്തിലുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾ എല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനം അവർക്കുള്ള പൈസ അവർ അടിച്ചു മാറ്റിയത്. പാവപ്പെട്ട സാധാരണക്കാർ കൊണ്ടുവന്ന ഫിക്സഡ് ഇരുന്ന പൈസ അടിച്ചു മാറ്റി അവർ പാർട്ടി സംവിധാനത്തിൽ കൊടുക്കുകയാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. എല്ലാ അഴിമതിയിൽ നിറഞ്ഞ ഭരണമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിൻ്റെ പൊതുക്കടം എന്ന് പറയുന്നത് വെറും 1,45,000 കോടി മാത്രമായിരുന്നു. ഇന്ന് ആ കടം ഇന്ന് പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 5 ലക്ഷം കോടിയായി ഉയർന്നിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു രാഹുലിന്. അങ്ങനെ അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ് ഈ പ്രശ്നം. അല്ലാതെ ഇതിനകത്തും മറ്റൊന്നുമില്ല. ജനങ്ങൾ എപ്പോഴും രാഹുലിനോട് കൂടെ തന്നെയാണ്. പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചു. എന്നാൽ ജനങ്ങളെല്ലാം അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് നിലനിൽക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമമൊക്കെ വെറും പ്രഹസനമായിരുന്നു എന്ന് എല്ലാ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ. എല്ലാം സാധാരണ രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് ചിന്തിച്ച മൊത്തത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് അതെല്ലാം ഒരു ഈവൻ മാനേജ്മെൻറ്റിൻ്റെ പദ്ധതികളായി മാത്രമാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് മൂന്നാമതൊരു പിണറായി സർക്കാർ കേരളത്തിലുണ്ടാവില്ല. വെള്ളത്തിൻ്റെ കരം, അതിന് വൈദ്യുതിയുടെ കരം, അതുപോലെ തന്നെ നമ്മുടെ ഈ വസ്തുവിൻ്റെ കരം 3 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചു. അപ്പോൾ സർവത്ര ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ നാട്ടിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. മാർക്സിസ്റ്റുകാരുടെ ഈ സഹാക്കൾക്കല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് എന്തെങ്കിലും കൊടുത്തതായിട്ടുണ്ടോ? ഇപ്പോൾ ലൈഫ് മിഷൻ ഈ നമുക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ദുരന്തത്തിന് 745 കോടിയോ 48 കോടിയോ എന്തോ മൊത്തത്തിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തു. ആ പൈസയുടെ ഒരു 200, എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 257 പേര് എന്തോ ആണ് മരിച്ചിട്ടുള്ളത് ദുരന്തത്തിൽ. ഒരാളിനൊരു 4 കോടി അല്ലെങ്കിൽ 2 കോടി വെച്ച് കൊടുത്തിരുന്നാലും ബാക്കി സർക്കാരിന് കിട്ടും. ഈ പൈസ എവിടെ പോയി? സാധാരണ താഴെ ലെവലിൽ തൊട്ട് മുകളിലോട്ടുള്ളവരെല്ലാം പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. ഗ്രാൻഡ് സെക്രട്ടറി കഴിഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് പോയത്. എല്ലാം പടിപടിയായിട്ടാണ് കൊണ്ടുപോയത്. ഇവിടെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന കാര്യത്തിലായിരുന്നാലും അതുപോലെ പോലീസ് മർദ്ദനത്തിൻ്റെ കാര്യത്തിലായാലും അഴിമതിയുടെ കാര്യത്തിലെല്ലാം ഈ സർക്കാരിനെ ഇത്രയധികം ജനങ്ങൾ വെറുത്ത ഒരു ഗവൺമെൻറ് കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് കേരള ഗവൺമെൻറ് കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പെൻഷൻ കൂട്ടിയെന്ന് പറഞ്ഞാൽ 1600 രൂപയായിരുന്ന പെൻഷൻ 2000 രൂപയാക്കി. പക്ഷേ 2000 രൂപയാക്കിയപ്പോൾ ഈ പെട്രോൾ സെസ് 78 കോടി രൂപ പിരിച്ചത് ഉണ്ട്. പിന്നെ ലോട്ടറി, മദ്യം, ബാറുകൾ തന്നെ 21 ബാറുകളായിരുന്നു, ഇപ്പോൾ 810 ബാറുകളിലോട്ട് പോയി. അതിൻ്റെ എല്ലാ വരുമാനങ്ങൾ, പിന്നെ അന്നത്തെ വിലക്കയറ്റം അല്ല ഇന്നത്തുള്ള. അന്ന് പിന്നെ 30 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന സാധനം ഇന്ന് 110 രൂപ കൊടുക്കണം. 3 ഇരട്ടി കൂടുതൽ വില വർദ്ധിച്ചു. അറിയാമല്ലോ, ഇപ്പോൾ ഏത് സാധാരണക്കാരനും അറിയാം, വെളിച്ചെണ്ണയുടെ വില 400-ന് മുകളിലോട്ടായി. വകമാറ്റി ചെലവഴിക്കുകയാണ് കാശുകളൊക്കെ. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ തന്നെ വന്ന എത്രയോ കോടിക്കണക്കിന് രൂപകൾ ജനങ്ങൾ കൊടുക്കുന്നില്ല, ഇപ്പോഴും അവരുടെ കൈവശം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ കയ്യിലുണ്ട്. അതുപോലെ ഇപ്പോൾ ശബരിമല കൊള്ള, അതെല്ലാം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പാർട്ടിക്കാർ തന്നെ ഒരുപാട് അഴിമതികളും അതുപോലെ തന്നെ പീഡനങ്ങൾക്കും വിധേയമായിട്ടും അതൊക്കെ അവർ മൂടി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. നമുക്ക് സാധാരണക്കാരന് കൊടുക്കാനുള്ള പൈസയല്ലേ, എന്നിട്ട് അവർക്ക് വീടുണ്ടോ?
ലൈഫ് മിഷനിൽ എത്ര ആൾക്കാർക്ക് വീട് കൊടുക്കാണ്ട്? പാവപ്പെട്ടവനെ കൊണ്ട് നാളെ തരാം വീട് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സ്ഥലത്തുള്ള വീടിനെല്ലാം പൊളിച്ചിട്ടിട്ട് തറ കെട്ടിയിട്ട് അതിൻ്റെ പകുതി കെട്ടിയിട്ട് കാണുന്നില്ലേ നമ്മൾ പത്രത്തിലും മാധ്യമങ്ങളിലൂടെ എല്ലാം കാണുന്ന ടിവിയിലെല്ലാം കാണുന്നില്ലേ? പാവപ്പെട്ടവർ ഇതേപോലെ ഷീറ്റ് വിരിച്ച് ഷീറ്റിട്ട് അതിൻ്റെ അകത്ത് മഴയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര മഴയാണ്. മഴയത്ത് ചോർന്നൊലിച്ച് കൊച്ചുകുട്ടികൾ 1 മാസം 1.5 മാസം 1 വയസ്സ് പ്രായപൂർത്തിയായ പെൺകുട്ടികളോടെയുള്ള ആൾക്കാർ കുടുംബം സർക്കാരെല്ലാം പണക്കാരായി. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി, നിങ്ങൾക്കറിയാം, ഇന്നലെ മുഖ്യമന്ത്രി പുതിയ കാർ വാങ്ങിക്കാനായിട്ട് 1,25,00,000 രൂപയാണ് ബഡ്ജറ്റിൽ വക മാറ്റിയത്. നിങ്ങൾക്കറിയാം, 1,25,00,000 രൂപയ്ക്കാണ് ഇന്നലെ പുതിയതായി 2 കാർ വാങ്ങിച്ചത്. ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും സർക്കാരിൻ്റെ ഒരു പൈസ കിട്ടും. അത്രമാത്രം ബുദ്ധിമുട്ടാണ്. ഓരോ ദിവസം കഴിയുന്നതും കടം കയറി മുടിയുകയാണ് ഈ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വികാരം ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇന്ന് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശബരിമല വിഷയത്തിൽ, ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം എല്ലാം കട്ടള ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഈ ഗവൺമെൻറ് തന്നെയാണ് നേതൃത്വം കൊടുത്ത് അതിന് മോഷണം പോയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിശ്വാസികളും അയ്യപ്പ ഭക്തരും അതുമായി അനുകൂലിക്കുന്നവരുടെയും വിശ്വാസം ഇതിൽ പങ്കെടുത്ത എല്ലാ കുറ്റവാളികളെയും ഉള്ളിലാക്കണമെന്നുള്ളതാണ്. ഞാനും ഒരു അയ്യപ്പ ഭക്തനാണ്. എൻ്റെ മനസ്സിലും ആരെന്നുള്ളതല്ല, ഈ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ ആരായിരുന്നാലും അവരെ എല്ലാം കൽത്തുറങ്കലിൽ അടയ്ക്കണമെന്നുള്ളതാണ് എന്നെപ്പോലെയുള്ളവരുടെ ചിന്ത.